സോ ഇന്നത്തെ എൻട്രി ക്വസ്റ്റ്യൻ ബ്രേക്ക് ഡൗൺ സീരീസിൽ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് സബ്ജക്റ്റിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആയ കണ്ടിന്യൂറ്റി ഇക്വേഷനെ ബേസ് ചെയ്തുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് കണ്ടിന്യൂറ്റി ഇക്വേഷനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറുണ്ട്. സോ അതിന്റെ കൺസെപ്റ്റും അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെയാണ് ആൻസർ ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ സെഷനിൽ മനസ്സിലാക്കാം. സോ വൺസ് അഗൈൻ ഐ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. So, question number 1. The diameter of pipe at two sections, section 1 and section 2 is 2 centimeter and 4 centimeter respectively. The velocity through the point at section 1 is 5 meter per second. The velocity at section 2 will be equal to option A 1 meter per second, option B 1.25 meter per second, option C 2.5 meter per second, option D 5 meter per second. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒരു പൈപ്പിന്റെ രണ്ട് സെക്ഷൻസുകളാണ്. രണ്ട് സെക്ഷൻസിലും ഡിഫറെന്റ് ഡയമീറ്റേഴ്സ് ആണ്. സോ ഇവിടെ പൈപ്പിന്റെ ഫസ്റ്റ് സെക്ഷൻ ഞാൻ കാണിക്കുന്നു. ഹാവിംഗ് ഡയമീറ്റർ 2 സെന്റിമീറ്റർ, D1 ഈക്വൽ ടു 2 സെന്റിമീറ്റർ. ഈ ഒരു സെക്ഷൻ എന്ത് ചെയ്യുന്നു, മറ്റൊരു പൈപ്പിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അല്ലെ അതേ പൈപ്പിൽ തന്നെ ഡിഫറെന്റ് ഡയമീറ്റർ ഉള്ള മറ്റൊരു സെക്ഷൻ അല്ലെ ഹാവിംഗ് ഡയമീറ്റർ എത്രയാണ് 4 സെന്റിമീറ്റർ. അപ്പോൾ ഒരു പൈപ്പിന്റെ തന്നെ രണ്ട് സെക്ഷൻസുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു സെക്ഷന്റെ ഡയമീറ്റർ 2 സെന്റിമീറ്റർ ആണ്, മറ്റൊരു സെക്ഷന്റെ ഡയമീറ്റർ 4 സെന്റിമീറ്റർ ആണ്. ഇത് നമുക്ക് സെക്ഷൻ 1 എന്ന് കൺസിഡർ ചെയ്യാം. അതേപോലെ ഇതിനെ നമുക്ക് സെക്ഷൻ 2 എന്ന് കൺസിഡർ ചെയ്യാം. സോ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വെലോസിറ്റി ത്രൂ ദ പോയിന്റ് അറ്റ് ദ സെക്ഷൻ 1 ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഈ സെക്ഷൻ 1ലൂടെ പോകുന്ന ഫ്ലൂയിഡിന്റെ വെലോസിറ്റി V1 എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഇതേ ഫ്ലൂയിഡ് സെക്ഷൻ 2ലൂടെ പാസ് ചെയ്യുമ്പോഴുള്ള വെലോസിറ്റി എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തേക്കാം. കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലെ. അപ്പൊ നമുക്ക് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിന്റെ കേസിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഏതാണ്, A1 V1 should be equal to A2 V2 അല്ലെ. കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആപ്ലിക്കബിൾ ടു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്സിൽ നമുക്ക് A1 V1 equal to A2 V2 എന്ന് എഴുതാം. A1 is area at section 1, V1 is the velocity of fluid at the section 1, A2 is the area at section 2 and V2 is the velocity of fluid passing through the section 2. അപ്പൊ നമുക്കറിയാം ഡയമീറ്റർ D ആണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്, pi d square by 4 അല്ലെ. സോ ഈ ഇക്വേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എഴുതാം pi d1 square by 4 into V1 equal to pi d2 square by 4 into V2. സോ നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് pi by 4 രണ്ടിടത്ത് നിന്ന് കട്ട് ചെയ്ത് കളയാം. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് d1 square V1 equal to d2 square V2. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഡയമീറ്റർ D1 എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ്. സോ 2ന്റെ സ്ക്വയർ 4 ഇൻറ്റു V1 എത്രയാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നെ 5 മീറ്റർ പെർ സെക്കൻഡ് ഈക്വൽ ടു D2 സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ D2 എത്ര, D2 തന്നിരിക്കുന്ന 4 സെന്റിമീറ്റർ ആണ്. സോ അതിന്റെ സ്ക്വയർ 16 ഇൻറ്റു എന്ത് കിട്ടും V2. സോ V2 ഈക്വൽ ടു divided by 16 which is equal to 1.25 meter per second. Option B is the right answer. അപ്പൊ ഇവിടെ നമ്മൾ ആ കൺവേർട്ട് ചെയ്യുന്ന പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂണിറ്റുകളിലൊന്നും കൺവേർട്ട് ചെയ്യാൻ കാരണമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ D1 നമുക്ക് തന്നിരിക്കുന്ന സെന്റിമീറ്ററിലാണ്, D2 സെന്റിമീറ്ററിലാണ്. സോ അതേ യൂണിറ്റിൽ തന്നെ കീപ്പ് ചെയ്താൽ മതി. വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മീറ്റർ പെർ സെക്കൻഡിൽ തന്നെയാണ്. നമ്മൾ ഒരേ യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത ടൈം കളയേണ്ട കാര്യമില്ല. രണ്ട് ഡയമീറ്ററും ഒരേ യൂണിറ്റിൽ തന്നെയാണ് തന്നിരിക്കുന്നത്, രണ്ട് വെലോസിറ്റിയും ഒരേ യൂണിറ്റിൽ തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ കണ്ടിന്യൂറ്റി ഇക്വേഷനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ വഴി ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് പോകാം. അതർവൈസ് സിമ്പിൾ ലോജിക്കലി നമുക്കൊന്ന് ആലോചിക്കാം. ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, കോൺസ്റ്റന്റ് ആയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ് അല്ലെ. അപ്പൊ ഏരിയ കൂടിയാൽ ഉറപ്പായിട്ടും വെലോസിറ്റി എന്ത് ചെയ്യണം, വെലോസിറ്റി കുറയണം അല്ലെ. ഏരിയ ഇൻക്രീസ് ചെയ്താൽ വെലോസിറ്റി ഡിക്രീസ് ചെയ്യണം. ഏരിയ എത്ര ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നു അത്രയും ടൈംസ് വെലോസിറ്റി എന്ത് ചെയ്യണം, ഡിക്രീസ് ചെയ്യണം. എങ്കിലേ നമുക്ക് അതിന്റെ പ്രോഡക്റ്റിനെ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഡയമീറ്റർ 2 സെന്റിമീറ്ററിൽ നിന്ന് 4 സെന്റിമീറ്ററിലോട്ടാണ് മാറിയിരിക്കുന്നത് അല്ലെ. അതായത് ഡയമീറ്റർ എന്ത് ചെയ്തു, ഡബിൾ ചെയ്തു എന്ന് നമുക്ക് പറയാം അല്ലെ. ഡയമീറ്റർ ഡബിൾ ചെയ്തു. ഡയമീറ്റർ 2 സെന്റിമീറ്ററിൽ നിന്ന് 4 സെന്റിമീറ്ററിലോട്ട് പോയി, ഡയമീറ്റർ ഡബിൾ ചെയ്തു. ഡയമീറ്റർ ഡബിൾ ചെയ്താൽ നമുക്കറിയാം ഏരിയ എത്ര ടൈംസ് ആവുകയെ, ഡയമീറ്റർ ഡബിൾ ചെയ്താൽ ഏരിയ 4 ടൈംസ് ആയി മാറും. കാരണം ഏരിയ എന്ന് പറയുന്നത്
5d² by 4 ഏരിയ ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡയമീറ്റർ അല്ലെ. അപ്പോൾ ഡയമീറ്റർ ഡബിൾ ചെയ്താൽ ഏരിയ 4 ടൈംസ് ആകുന്നു. ഏരിയ 4 ടൈംസ് ആയാൽ ഏരിയ 4 ടൈംസ് ഇൻക്രീസ് ചെയ്താൽ ഉറപ്പായിട്ടും വെലോസിറ്റി 4 ടൈംസ് എന്ത് ചെയ്തിരിക്കും? ഡിക്രീസ് ചെയ്തിരിക്കും. അതല്ലേ അവിടുത്തെ കൺസെപ്റ്റ്. എങ്കിലല്ലേ എനിക്ക് പ്രോഡക്റ്റ് ഓഫ് ഏരിയ ഇൻറ്റു വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. ഏരിയ 4 ടൈംസ് ഇൻക്രീസ് ചെയ്താൽ ഉറപ്പായിട്ടും വെലോസിറ്റി 4 ടൈംസ് ഡിക്രീസ് ചെയ്യും. സോ നമ്മുടെ ഫൈനൽ വെലോസിറ്റി എന്താകാം? ഇനിഷ്യൽ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫൈനൽ വെലോസിറ്റി എന്താവും? 5/4 ആകാം. 5/4 എത്രയാ? 1.25. ആ രീതിയിൽ നിങ്ങൾക്ക് ലോജിക് വൈസ് ആൻസറിലേക്ക് വരാം. കാരണം ഏരിയ 4 ടൈംസ് ആയാൽ വെലോസിറ്റി 4 ടൈംസ് കുറയണം. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി 5 ആയിരുന്നു. സോ അതിന്റെ 1/4 ഓഫ് ഇനിഷ്യൽ വെലോസിറ്റി. സോ 5/4. അങ്ങനെയും നിങ്ങൾക്ക് ആൻസറിലേക്ക് വരാം. ഈ ഒരു സിമ്പിൾ ലോജിക്കും നമ്മൾ അവിടെ ഓർത്ത് വെച്ചിരിക്കുക. അതർവൈസ് നിങ്ങൾക്ക് നമ്മൾ ബേസിക് ഇക്വേഷൻ A1 V1 = A2 V2 ഏരിയ 5d²/4 ആ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ആൻസർ കൊടുക്കും. ക്ലിയർ അല്ലേ? നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് എത്രയും പെട്ടെന്ന് ആൻസർ കിട്ടുക എന്നുള്ളതാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ആ ഒരു ആൻസറിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു സിമ്പിൾ ലോജിക്കിലൂടെ നമുക്ക് ആൻസറിലേക്ക് വരാൻ സാധിക്കും. അപ്പൊ ആ രണ്ട് കൺസെപ്റ്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് മറ്റൊരു ചോദ്യം കൂടെ ഒന്ന് നോക്കാം. Question number 2. In a steady flow in a varying section pipe, if the diameter is doubled, the kinetic energy will. ആണോ? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്റ്റഡി ഫ്ലോ ആണ്. ഒരു വേരിയിങ് സെക്ഷൻ പൈപ്പ് ആണ്. പൈപ്പിന്റെ ഡയമീറ്റർ എന്ത് ചെയ്യാണ്? വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡയമീറ്റർ ഡബിൾ ചെയ്തു. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജിക്ക് എന്ത് സംഭവിച്ചു? സിമ്പിൾ ആണ്. ഡയമീറ്റർ ഡബിൾ ചെയ്തു, കൈനറ്റിക് എനർജിക്ക് എന്ത് സംഭവിച്ചു? അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ലോജിക്ക് വഴി നമുക്ക് ആലോചിച്ച് നോക്കാം. ഡയമീറ്റർ D2 എന്ന് പറയുന്നത് 2d1 ആണ്. ഡയമീറ്റർ ഡബിൾ ചെയ്യുമ്പോൾ ഏരിയ എന്താവും? ഏരിയ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡയമീറ്ററിന്റെ സ്ക്വയർ ആ. അപ്പോൾ ഏരിയ എന്തായിരിക്കും? 4 ടൈംസ് ഇനിഷ്യൽ ഏരിയ എന്ന് പറയാം അല്ലെ. ഡയമീറ്റർ ഡബിൾ ചെയ്ത് ഏരിയ എന്താവും? 4 ടൈംസ് ആവും. ഏരിയ 4 ടൈംസ് ആയാൽ വെലോസിറ്റി പ്രോഡക്റ്റ് ഓഫ് ഏരിയ ഇൻറ്റു വെലോസിറ്റി ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പൊ ഏരിയ 4 ടൈംസ് ഇൻക്രീസ് ചെയ്താൽ വെലോസിറ്റി എന്ത് ചെയ്യണം? 4 ടൈംസ് ഡിക്രീസ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഏരിയയുടെയും വെലോസിറ്റിയുടെ പ്രോഡക്റ്റിനെ എനിക്ക് കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 1/4 ഓഫ് ഇനിഷ്യൽ വെലോസിറ്റി ആണ്. ഓക്കെ ആണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കൈനറ്റിക് എനർജി എത്ര ടൈംസ് ആവുമെന്ന. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ 12mv². അല്ലെ. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് വെലോസിറ്റി ആണ്. അപ്പോൾ വെലോസിറ്റി 1/4 ടൈംസ് ആണെങ്കിൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും? കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണൽ ടു V2² വരണ്ടേ. അതായത് P1/4 ദ ഹോൾ സ്ക്വയർ വരണം പ്രൊപ്പോർഷണാലിറ്റി അല്ലേ. അതായത് ഇനിഷ്യൽ 16 ടൈംസ് എന്ത് ചെയ്യണം? കുറയണം. ഡിക്രീസ് ടു 16 ടൈംസ് എന്നുള്ളതാണ് ആൻസർ. അല്ലെങ്കിൽ ഡിക്രീസ് ടു 116 എന്നുള്ളത്. കാരണം വെലോസിറ്റി 1/4 ടൈംസ് ആയിട്ട് കുറയും. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ സ്ക്വയറിനാണ് പ്രൊപ്പോർഷണൽ. സോ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 1/16 ഓഫ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് വരാം. അതർവൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫോർമുലയും യൂസ് ചെയ്യാം. ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതുന്നത്? A1 V1 is equal to A2 V2 അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? 5/4 D1² V1 equal to 5/4 D2² V2. ഇപ്പൊ 5/4 കട്ടായി. D1² V1 equal to D2² V2. ഓക്കെ, ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഡയമീറ്റർ എന്ത് ചെയ്തു? ഡബിൾ ചെയ്തു. അപ്പോൾ D1² into V1 equal to D2 എന്താണ്? 2d1. 2d1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4d1² V2. സോ V2 equal to എന്തെന്ന് കിട്ടി? V1/4 എന്ന് കിട്ടി. ഇക്വേഷൻ വഴി നമുക്ക് ആ രീതിയിൽ കിട്ടും. ലോജിക് വൈസ് നമുക്ക് ഈസി ആയിട്ട് V2 equal to V1/4 എന്ന് എഴുതാം. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കേ. ഇനിഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 12mv1² ആണ്. ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്ന 12mv2² ആണ് അല്ലെ. വിച്ച് ഇസ് ഈക്വൽ ടു 12m into V2 എന്താണെന്നാ കിട്ടിയേ? V1/4 the whole square which is equal to 12m into V1²/16 അല്ലെ. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഹാഫ് ഓൺ V1² എന്ന് പറയുന്നത് എന്താണ്? 12m V1² എന്ന് പറയുന്നത് എന്താണ്? E1 ആണ്. അതായത് ഇനിഷ്യൽ കൈനറ്റിക് എനർജി ആണ്. 12m V1² എന്ന് പറയുന്നത് E1 ആണ്. സോ E2 is equal to E1/16 എന്ന് നമുക്ക് എഴുതാം അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം കൈനറ്റിക് എനർജി ഡിക്രീസസ് ടു 16th അല്ലെ 1/16th എന്ന് നമുക്ക് പറയാം.
ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഈ ഒരു കൺസെപ്റ്റിൽ നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ബേസിക്കലി ആലോചിക്കേണ്ടത് A1 B1 ഈക്വൽ ടു A2 B2 എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിൽ അപ്ലൈ ചെയ്യാം. അവിടെ ഏരിയ 5D²/4 കൺസെപ്റ്റ് ആലോചിക്കുക. അപ്പൊ ആ ഫോർമുല യൂസ് ചെയ്ത് ചെയ്യുന്ന കാര്യം ഓർക്കുക. സിമ്പിൾ ലോജിക് വൈസ് ഏരിയ എത്ര ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നു അത്രയും ടൈംസ് വെലോസിറ്റി ഡിക്രീസ് ചെയ്യുമെങ്കിലേ നമുക്ക് ആ പ്രോഡക്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. ആ ഒരു ലോജിക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ സമയം എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസറിലേക്ക് വരാൻ സാധിക്കും. ഓക്കെ ക്ലിയർ. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷനെ ബേസ് ചെയ്തുള്ള 1-2 ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ കണ്ടത്. അപ്പോ എൻട്രി മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസുകളെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത ഒരു എൻട്രി ക്വസ്റ്റ്യൻ ബ്രേക്ക് ഡൗൺ സീരീസിൽ നമുക്ക് മറ്റൊരു കൺസെപ്റ്റുമായി വീണ്ടും കാണാം. Until then, take care. Thank you.